മെഡിക്കൽ കോളേജിന്റെ 21-ാം വാർഡിൽ നമ്മുടെ സുഹൃത്ത് സുരേഷിന്റെ ഭാര്യ നൊമ്പലം കിട്ടി, പ്രസവവേദന കിട്ടി. അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. സുരേഷ് 21-ാം വാർഡിന്റെ വരാന്തയിൽ ആകെ അസ്വസ്ഥനായി, വേദനാജനകമായ മനസ്സുമായി എന്റെ പ്രിയ ഭാര്യയുടെ കടിഞ്ഞൂല് പ്രസവം കാത്ത് അയാള് 21-ാം വാർഡിന്റെ വരാന്തയിൽ വളരെ അസ്വസ്ഥനായി സഞ്ചരിക്കുകയാണ്. നേരം താമസിച്ചു, മണിക്കൂറുകൾ ഇടപെട്ടു. 9 മണി 10 മണിയായി, ഉച്ചസമയം പിന്നിട്ടു, വൈകുന്നേരം 5 മണിയായി. അസ്വസ്ഥമായ മനസ്സുമായി സുരേഷ് 21-ാം വാർഡിന്റെ വരാന്തയിൽ ഒന്ന് പുകവലിക്കാതെ, ഒന്ന് ഭക്ഷണം കഴിക്കാതെ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ, അങ്ങുമിങ്ങും ചിന്തിക്കാതെ 21-ാം ഈ ലേബർ റൂമിന്റെ വാർഡിൽ നിൽക്കുമ്പോ ഒരു നേഴ്സ് പുറത്തേക്ക് വന്ന് ചോദിച്ചു, സുമതി സുരേഷ് ആരാണ്? അയാൾ പറഞ്ഞു, ഞാനാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു സിസേറിയൻ ആവശ്യമുണ്ട്, കുട്ടി തിരിഞ്ഞു കിട്ടുന്നില്ല. അപ്പോൾ അവന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ആരോട് എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചർച്ചയുടെ മർമ്മം. സുരേഷിന്റെ പ്രാർത്ഥന ആരോട്? സുരേഷിന്റെ ഭാര്യയായ സുമതി മെഡിക്കൽ കോളേജിന്റെ 21-ാം വാർഡിൽ കിടക്കുന്നു എന്നറിയാത്ത സായിബാബയോടാകരുത് എന്ന് ഞങ്ങൾ പറയുന്നു, വൈദി ശൈഖിനോടാകരുത് എന്ന് ഞങ്ങൾ പറയുന്നു, ഈസാ നബിയോടാകരുത് എന്ന് ഞങ്ങൾ പറയുന്നു, മുഹമ്മദ് നബിയോടാകരുത് എന്ന് ഞങ്ങൾ പറയുന്നു. പിന്നെ ആരോടാകണം? ഈ സുമതിയെ സൃഷ്ടിച്ച, സുമതിക്ക് ഗർഭപാത്രം സൃഷ്ടിച്ചു കൊടുത്ത, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖലഖൻ മിൻ ബാദി ഖൽഖിൻ ളുലുമാതിൻ ഖലഖൻ മിൻ ബാദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബകും. അല്ലെ, എന്തൊരു പ്രയോഗം! അത്ഭുതമേ ഈ വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം അവതരിച്ച ദിനമാണ് മറ്റന്നാൾ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. ആ വേദത്തിന്റെ 39-ാം അധ്യായം 6-ാമത്തെ സൂക്തത്തിൽ പറയാ, സുമതിയുടെ ഗർഭപാത്രത്തിൽ ആ ബീജത്തെ അണ്ഡമായി രൂപപ്പെടുത്തിയ പ്രപഞ്ചത്തിന്റെ നാഥൻ, ആ ബീജത്തെ സുമ്മ ഖലഖ്നൻ നുത്ഫത ഖലഖതൻ ഫഖലഖ്നൽ മുദ്അത ഇലാമ ഫകസൗനൽ ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. സുരേഷേ, നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ നിന്റെ ബീജമായി 20 കോടി ബീജഗണങ്ങളിൽ നിന്ന് ഒരു ബീജത്തെ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 37-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മ ഇൻദാബിക് യഖ്റുജു മിൻ ബൈനി സ്വൽബി വസറായിബ്. നിന്റെ നെഞ്ചെല്ലുകളുടെയും വാരിയെല്ലുകളുടെയും ഇടയിലെ സെമിനൽ വെസിക്കിളിൽ നിന്ന് ആ 200 കോടി ബീജഗണത്തിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജത്തെ അണ്ഡവുമായി കൂട്ടിച്ചേർത്ത് സുരേഷേ, നിന്റെ ഭാര്യയുടെ സുമതിയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിനെ വളർത്തിയ ഏതൊരു ശക്തിസിദ്ധിയാണോ ആ ശക്തിസിദ്ധിയുടെ പേരാണ് അല്ലാഹു. ഇതൊരു ഗോത്ര ദൈവമല്ല, ഇതൊരു രാജ്യത്തിന്റെ ദൈവമല്ല, ഇതൊരു സമൂഹത്തിന്റെ ദൈവമല്ല. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തുർ റൂം 40-ാമത്തെ വചനമാണ്. അല്ലാഹു എന്ന് പറഞ്ഞ ആരാ? അല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ മുഴുവനും സൃഷ്ടിച്ചവൻ, നിങ്ങൾക്ക് ഉപജീവനം നൽകിയവൻ. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് കന്യാമറിയമ്മന് ഉപജീവനം നൽകിയവൻ, കന്യാമറിയം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ലോകത്തെ പടച്ച നാഥൻ. അത്ഭുതം. അപ്പോ ഡോക്ടർ പറയാണെന്ത്? നിന്റെ കുഞ്ഞ് തിരിഞ്ഞു കിട്ടുന്നില്ല, സിസേറിയൻ ആവശ്യമുണ്ട്. അപ്പൊ സുരേഷ് പ്രാർത്ഥിക്കുന്നു, ഈശ്വരാ, ദൈവമേ, ഉടയ തമ്പുരാനെ, എന്റെ ഭാര്യ അവൾക്കൊന്നും ഉണ്ടാവില്ലേ? ഇസ്ലാം പറയുന്ന അതാ. ആ ദൈവത്തോട് പറയണം, നിന്റെ കുഞ്ഞിനെ നിന്റെ സുമതിയുടെ ഗർഭപാത്രത്തിൽ വെച്ച ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി 3 ഇരുട്ടറകൾക്കുള്ളിൽ സേഫ്റ്റിയായി. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ. സുരക്ഷിതമായ സംരക്ഷിതമായ ഒരു താവളത്തിൽ
നിന്നെ കൊണ്ടുപോയി വെച്ച എംബ്രിയോളജി, മോഡേൺ സയൻസ് പഠിച്ചിട്ടില്ലാത്ത നിരക്ഷരനായ പ്രവാചകനാണ് ഈ വചനമോദി കൊടുക്കുന്നത്. മരുഭൂമിയിൽ ജീവിച്ച അക്ഷരജ്ഞാനമില്ലാത്ത സമൂഹത്തോട് പ്രവാചക തിരുമേറി ഓതിക്കൊടുത്ത വചനത്തിൽ മോഡേൺ സയൻസുമായി പൊരുത്തപ്പെടാത്ത വല്ലതുമുണ്ടോ സഹോദരാ? ആ ഗ്രന്ഥത്തെ പറ്റി ഒന്ന് പഠിക്കാനാ പറഞ്ഞത്. ആ ഗ്രന്ഥത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കാൻ, ആ നാഥന്റെ ദർശനത്തെ പുൽകാൻ. ഇനിയോ ഞാൻ മെഡിക്കൽ കോളേജിന്റെ 21-ാം വാർഡിൽ നിൽക്കുക. എന്റെ ഭാര്യയുടെ ആദ്യത്തെ കടിഞ്ഞൂല് പ്രസവത്തിന് അന്ന് CM മക്കാമിൽ കാർമ്മികത്വം വഹിക്കുന്ന സുൽത്താൻ ബത്തേരിക്കാരൻ ഒരു മുസ്ലിയാരെ 21-ാം വാർഡിലേക്ക് ഇങ്ങനെ വരിക. ഞാൻ ചോദിച്ചു, എന്താണ് മുസ്ലിയാരെ നിങ്ങളിവിടെ CM മക്കാമിൽ നിങ്ങൾ പ്രശ്നം പരിഹരിച്ചില്ലേ, എന്തേ ഇങ്ങ് പോകുന്നത്? ഇയാൾ എന്നോട് പറഞ്ഞു, അതൊക്കെ അവിടെ പറ്റും, എന്റെ കുട്ടിക്ക് സുഖമില്ലാതെ കൊണ്ടുവന്നതാ. എന്റെ കുട്ടിക്ക് സുഖമില്ല, ഞാൻ അവനെ കൊണ്ടുവന്നതാ. ഞാൻ മംഗലാപുരം ഉള്ളാളത്ത് ഒരു കൊല്ലം താമസിച്ചിരുന്നു. ഉള്ളാളം ദർഗയിലല്ല, ആ ദർഗക്ക് നേരെ വിപരീതം സലഫി പള്ളിയില്. അവിടെ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. സിബത്തുള്ളാണെങ്ങാണ്ടാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എനിക്ക് നല്ല പരിചയമുള്ള ആളായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം വരണം, ഇവിടെ ഒരു തങ്ങള് വരാറുണ്ട്. അയാളുടെ മക്കൾക്ക് അസുഖമായാൽ അയാൾ എന്റെ അടുത്ത് കൊണ്ടുവരും. ആ നാട്ടിലെല്ലാ കുട്ടികൾക്കും ഉറുക്ക് കെട്ടി കൊടുക്കുന്നതും ചികിത്സിക്കുന്ന അയാളാ. പക്ഷെ അയാൾക്കറിയാം ഇത് തട്ടിപ്പാ. അതുകൊണ്ട് അയാളെ മക്കളോട് കൊണ്ടുവരും. അയാളെ കുട്ടിനെ കാണിക്കുന്ന രണ്ടാമത്തെ ഒരു ദിവസമുണ്ട്, അന്ന് നിങ്ങൾ വരണോ. ഞാൻ ചെന്നു, ഞാൻ കണ്ടു, സംസാരിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയാ, ഇവിടെയാണ് ഇസ്ലാം മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. ഏതൊരു നാഥനാണോ നിന്നെ സൃഷ്ടിച്ചത്, ഏതൊരു നാഥന്റെ വായുവാണോ നീ ശ്വസിക്കുന്നത്, ഏതൊരു നാഥന്റെ വെള്ളമാണോ കുടിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ മതക്കാരോടും പറയാനുണ്ട്. അതാ നോക്കൂ, ഇനി ഒന്നുകൂടെ ആലോചിച്ചേ. എന്താ മനുഷ്യരെ, ഒന്ന് ആലോചിച്ചൂടെ? മാതാമൃതാണ്